ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കൗൺസിലിംഗ് ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മളോട് സന്ദേശങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. ഈ സന്ദേശങ്ങളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നതാണോ അതോ മാനുഷികമായിട്ടുള്ളതാണോ, പൈശാചിക അരൂപികൾ തരുന്നതാണോ എന്ന് തിരിച്ചറിയുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യത്ത് നല്ലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ആ രാജ്യത്ത് ശുശ്രൂഷയ്ക്കായിട്ട് പോയ ഒരു വ്യക്തി ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ വ്യക്തിക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം പുതിയൊരു ബിസിനസ്സും കൂടെ ഇങ്ങനെ തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി പറഞ്ഞു, ആ ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് എന്നെയും കൂടി കൂട്ടണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ ബിസിനസ്സുകാരന് വല്ലാത്ത സന്തോഷമായി. കാരണം ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും കൂടി ഉണ്ടല്ലോ എന്നോർത്ത് ഇവർ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ബിസിനസ് എന്നുള്ള തുക ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ബിസിനസ് എന്നുള്ള തുക ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ് മുൻപോട്ട് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ആദ്യത്തെ കമ്പനിയിലുള്ളവർക്ക് ക്യാഷ് കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ, സാലറി കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ കൊണ്ട് കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്ത് ഈ ബിസിനസ്സുകാരനെ പിടിച്ച് ജയിലിലാക്കി. ആ സമയത്ത് പുതിയ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞ വ്യക്തി ഉള്ള ക്യാഷുമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് കയറി പോരുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഭൗതിക തലത്തിലുള്ള സന്ദേശങ്ങൾ ഇങ്ങനെ വെളിപ്പെടാറുണ്ട്. അത് പ്രത്യേകിച്ചും ബിസിനസ് ചെയ്യുന്നവരോടൊക്കെയാണ് കൂടുതലും ഇങ്ങനത്തെ, അല്ലെങ്കിൽ ക്യാഷ് ഒത്തിരി കൂടുതലുള്ളവരോടൊക്കെയാണ് ഇതുപോലത്തെയുള്ള ദൈവിക സന്ദേശങ്ങളാണ് എന്ന് പറഞ്ഞ് മാനുഷികമായിട്ടുള്ള ചില തോന്നലുകളൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശിഷ്യന്മാരിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അതിനുശേഷം സഭയെ പടുത്തുയർത്തുവാൻ, ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോകുന്ന, പാവത്തിലേക്ക് വീണു പോകുന്ന ആത്മാക്കളെ നേടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരെ എടുത്തുപയോഗിക്കുന്നതായിട്ട്, അതിൽ രോഗശാന്തികൾ സംഭവിക്കുന്നുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ അപ്പസ്തോലന്മാരിൽ വെളിപ്പെട്ട ആ ദൈവത്തിന്റെ പ്രവൃത്തി ഈ കാലഘട്ടത്തിൽ വെളിപ്പെടാതെ പോകുന്നുണ്ട്. ഒരിക്കലും ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തമാശയ്ക്കായിട്ടാണ് ഇങ്ങനെ പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് ഇങ്ങനെ മുകളിൽ കൂടെ പറന്നു കിടക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ താഴേക്ക് ഇറക്കുവാൻ ആരും സമ്മതിക്കുന്നില്ല എന്ന്. കാരണം നമ്മളിങ്ങനെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനുഷ്യനെ ഭൗതിക മേഖലയിൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വ്യക്തി പറഞ്ഞു, കടം കയറി വല്ലാത്തൊരവസ്ഥ നിൽക്കുന്ന ഈ വ്യക്തിയോടാണ് പറഞ്ഞത്, നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരു BMW കാറ് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. ആ വ്യക്തി ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞ്, നിനക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്ന ചെറുക്കന് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് നീ അതിനു വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഏതായാലും ഈ പെൺകൊച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞു. ഇതുവരെ അമേരിക്കയിൽ നിന്നുള്ള ചെറുക്കനെയും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ ഭൗതിക മേഖലയിൽ ഉള്ള സന്ദേശങ്ങൾ തരുവാൻ വേണ്ടിയല്ല, നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഉപയോഗിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. ഭൗതിക മേഖലയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിയും. നമുക്കറിയാം, വിശുദ്ധ അന്തോനിയോസ് പുണ്യാളനിലൂടെയൊക്കെ ഈ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളൊക്കെ കണ്ടെടുക്കുന്നതും അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഒരു പരിധി കഴിഞ്ഞ് ഈ ഭൗതിക മേഖലയിൽ, അല്ലെങ്കിൽ നാളെ പുതിയൊരു ബിസിനസ് തുടങ്ങും, BMW കാറ് മുറ്റത്ത് വരും, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള അല്ലെങ്കിൽ ചെറുക്കനോ പെണ്ണോ നിനക്ക് വേണ്ടി വിവാഹത്തിനായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നാളെ ലോട്ടറി അടിക്കും. ഞങ്ങളുടെ ഈ അടുത്ത് ഇവിടുന്നൊരു 10-15-20 കിലോമീറ്റർ ദൂരെ സംഭവിച്ചൊരു കാര്യമാണ്. ഒരു വീട്ടിൽ വന്ന് ഒരു വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ വീട്ടിലെ നിധിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലെ നിധിയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഇവരത് കേട്ടിട്ട് ആ വീട് മുഴുവനും കുഴിച്ച്, ആ പറമ്പും കുഴിച്ചു നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ നിധി കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജോലി. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നേടുവാൻ, സഭയെ പടുത്തുയർത്തുവാൻ വേണ്ടിയാണ്. ഈ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കാതെ പോകുന്നത്
ഇതുപോലെയുള്ള മാനുഷിക ഭൗതികമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ സത്യത്തിനും നീതിക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ മുൻപോട്ട് പോകുന്ന ശുശ്രൂഷകരൊക്കെയായിട്ട് മാറുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ BMW കാറും അമേരിക്കയിലുള്ള ചെറുക്കനും വരുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പരിശുദ്ധാത്മാവിനെ മാത്രം ധ്യാനിച്ച് പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശങ്ങൾ മാത്രം പറയുവാൻ, പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴിയിലൂടെ മാത്രം നടക്കുന്നവരായിട്ട് മാറുവാൻ, ഭൗതിക മേഖലയിലല്ല ആത്മീയ മേഖലയിൽ പുത്തൻ ഉണർവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുവാൻ, ദൈവരാജ്യം വളർത്തുവാനും ആത്മാക്കളെ നേടുവാനും നമ്മളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും രോഗശാന്തികളും നൽകിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പകർന്നു കൊടുക്കുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.